അവരുടെ പ്രിയപ്പെട്ട ഭർത്താവിനെ അനുസരിക്കൽ അവൾക്ക് അനിവാര്യമാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ദീനിൽ ശറഇന്റെ കാര്യങ്ങളിൽ ഭർത്താവ് കള്ളു കുടിക്കാൻ പറഞ്ഞു, കുടിക്കണ്ട. വ്യഭിചരിക്കാൻ വേണ്ടി പറഞ്ഞു, വ്യഭിചരിക്കണ്ട. ഭർത്താവ് പലിശ ഇടപാട് നടത്താൻ വേണ്ടി പറഞ്ഞു, കേൾക്കണ്ട. അതൊന്നും വേണ്ട. പക്ഷേ ശറഇന്റെ വിഷയത്തിൽ, ദീനു പറയുന്ന കാര്യത്തിൽ ഭർത്താവ് എന്തെല്ലാം പറയുന്നുവോ, ഭർത്താവ് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകുന്നുവോ അതെല്ലാം അനുസരിക്കൽ ഭാര്യയ്ക്ക് അനിവാര്യമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ്. നാളെ വ്യാഴാഴ്ച ദിവസമാണ്, തിങ്കളാഴ്ച ദിവസമാണ്. നാളെ നോമ്പെടുക്കൽ സുന്നത്താണ്. മിഅ്റാജിന്റെ നോമ്പ് നാളെ ഉണ്ട്. വീട്ടിൽ ഭർത്താവുണ്ട്. ഭാര്യ പറഞ്ഞു, നാളെ എനിക്ക് നോമ്പെടുക്കേണ്ട ദിവസമാണ്, നാളെ എനിക്ക് നോമ്പെടുക്കേണ്ട ദിവസമാണ്. ഭർത്താവ് പറഞ്ഞു, വേണ്ട, ഇയാള് നാളെ നോമ്പെടുക്കണ്ട, നാളെ ഇയാള് നോമ്പെടുക്കണ്ട എന്ന് പറഞ്ഞു. ഭർത്താവിനെ അനുസരിച്ചിട്ട ഭാര്യ നാളെ അല്ലാഹുവിന്റെ റസൂൽ സുന്നത്താക്കിയ തിങ്കളാഴ്ചത്തെ നോമ്പിനെ അവൾ ഉപേക്ഷിച്ചാൽ നാളെ വ്യാഴാഴ്ചത്തെ നോമ്പിനെ ഭർത്താവിനെ അനുസരിച്ചുകൊണ്ടവൾ ഒഴിവാക്കിയാൽ, മിഅ്റാജിന്റെ സുന്നത്ത് നോമ്പിനെ ഭർത്താവിന് വഴിപ്പെട്ടിട്ടവൾ ഒഴിവാക്കിയാൽ അവൾക്ക് നോമ്പെടുത്ത പ്രതിഫലവും ഭർത്താവിനെ അനുസരിച്ച പ്രതിഫലവും ഉണ്ടെന്ന് പഠിപ്പിച്ചു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് പഠിപ്പിക്കുകയാണ്, വലാ യജൂസു ലിംറഅത്തിൻ അൻ തസൂമ വസൗജുഹാ ഷാഹിദുൻ ഇല്ലാ ബിഇദ്നിഹി. ഭർത്താവ് നാട്ടിലുണ്ട്, ഭർത്താവിന്റെ പെർമിഷൻ ഇല്ലാതെ ഭാര്യയ്ക്ക് നോമ്പെടുക്കാൻ വേണ്ടി പാടില്ല. റമദാന്റെ നോമ്പിന്റെ കാര്യമല്ല, സുന്നത്തായ നോക്ക്. ദീന് ഭർത്താവിന് നൽകിയ പ്രാധാന്യം നോക്കി സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ ഒരു പെങ്ങളുണ്ടായിരുന്നു. ഭർത്താവ് പറഞ്ഞു, മോളെ, ഞാനേ സുദീർഘമായ ഒരു യാത്രയ്ക്ക് പോകുക, ഞാൻ വരാതെ ഇയാള് വീട്ടിൽ നിന്നിറങ്ങാൻ പാടില്ല. ഞാൻ വരാതെ ഇയാള് വീട്ടിന്റെ കാമ്പൗണ്ട് വിട്ട് പുറത്ത് പോകാൻ പാടില്ല എന്നൊരു സഹോദരിയോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഓർമ്മപ്പെടുത്തിയിട്ടങ്ങ് യാത്രയായി. സഹോദരന്മാരെ, എന്ത് സംഭവിച്ചു? പ്രിയപ്പെട്ട സഹോദരിയുടെ വാപ്പാക്ക് രോഗം പിടിപെട്ടു. ആ പെങ്ങൾ ചോദിച്ചു, ഞാൻ പൊയ്ക്കോട്ടെ വീട്ടിൽ എന്റെ വാപ്പാനെ കാണാൻ? വാപ്പ ആളെ പറഞ്ഞു വിട്ടു, മോളെ, രോഗിയായി കിടക്കുവാ ഞാൻ, നിന്നെ കാണണമെന്ന് എനിക്കതിയായ ആഗ്രഹമുണ്ട്, ഒന്ന് വരാവോ, ഒന്ന് വരാവോ? അപ്പൊ പറഞ്ഞു, ഭർത്താവ് പറഞ്ഞത് പെർമിഷൻ ഇല്ലാതെ പോണ്ടെന്നാണ്. രോഗിയായി കിടക്കുന്ന പിതാവിന്റെ ചാരത്ത് ഞാനൊന്ന് ചെന്നോട്ടെ. ഭർത്താവ് പറഞ്ഞത് കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്നാണ്. ഭർത്താവ് പറഞ്ഞത് കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്നാണ്. എന്റെ പ്രിയപ്പെട്ട പിതാവാണെങ്കിലോ കലശായി രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്, ദൂതനെ അയച്ചിരിക്കുകയാണ്. ഓ പൊന്നുമോളെ, കാണണമെന്ന് അതിയായി ആഗ്രഹമുണ്ട്, കാണണമെന്ന് അതിയായി ആഗ്രഹമുണ്ട്, ഒന്ന് വരുമോ, ഒന്ന് വരുമോ? ആ സഹോദരി സഹോദരങ്ങളെ, മദീനയിലെ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ്. ഒരു ദൂതനെ പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, നബിയേ, ഞാൻ പോയിക്കോട്ടെ, വാപ്പ രോഗിയാണ്, ഞാൻ പോയിക്കോട്ടെ, വാപ്പ രോഗിയാണ്. അല്ലാഹുവിന്റെ റസൂല് മദീനയിലെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, അതി സൗജകി, മോളെ, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടണം, നീ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വഴിപ്പെടണം. വാപ്പ രോഗം മൂർച്ഛിച്ച് കിടക്കുകയാണ്. അവസാനം രോഗം
നല്ല മൂർധന്യാവസ്ഥയിലെത്തി. വാപ്പ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുകയാണ്. വാപ്പാക്ക് അതിയായ ആഗ്രഹം പൊന്നുമോളെ ഒന്ന് കാണാൻ. ഞാൻ താലോലിച്ച, ഞാൻ താരാട്ടി ഉറക്കിയ, ഞാൻ ജനിപ്പിച്ച, ഞാൻ പോറ്റി വളർത്തിയ, ഞാൻ എല്ലാമെല്ലാമാക്കി ഓമനിച്ച എന്റെ പൊന്നാര പൊന്നുമോൾ, അവളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ മോളെ ഒന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകാമോ? എനിക്ക് ആ മോളെ ഒന്ന് കാണിച്ചു തരാമോ? ആ മോളെ ഒന്ന് ഇങ്ങോട്ട് ക്ഷണിച്ചു കൊണ്ടുവരാമോ? ഹബീബിന്റെ മദീനയിൽ വീണ്ടും ആ പെങ്ങള് പെർമിഷൻ ആളെ പറഞ്ഞു വിടുകയാണ്. അവിടുന്ന് പറഞ്ഞു, മോളെ നീ നിന്റെ ഭർത്താവിനെ അനുസരിക്കണം. കാമ്പൗണ്ട് വിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഭർത്താവാണ്. നിന്റെ വാപ്പാ രോഗശൈലിയിൽ കിടക്കുന്നത് ശരിയാണ്, പക്ഷേ നിന്റെ ഭർത്താവിനെയാണിപ്പോൾ നീ അനുസരിക്കേണ്ടത്. സക്കറാത്തിന്റെ ഹാലിലാണ് പ്രിയപ്പെട്ട പിതാവ് കിടക്കുന്നത്, ശരിയാ? നോക്ക് സഹോദരന്മാരെ, ഒരു ഭർത്താവിന് ദീൻ നൽകുന്ന പ്രാധാന്യം നോക്ക്. വാപ്പാ രോഗിയായി കിടക്കുമ്പോ ഭർത്താവ് പറഞ്ഞ വാക്ക്, ആ വാക്കിന്റെ ഊക്കുകൊണ്ട് എത്രമാത്രം ഊക്കുള്ളതാണ് ആ വാക്കിന്. ഭർത്താവ് പറഞ്ഞ ആ വാക്കിന് അത്രമാത്രം വില ഈ ദീന് കൽപ്പിക്കുന്നുണ്ടെന്ന് നോക്ക്. നമ്മുടെ ദീൻ, അല്ലാഹുവിന്റെ ദീൻ എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ട്. അവസാനം എന്തു സംഭവിച്ചു? ആ പിതാവ് മരിച്ചുപോയി. ആ മരിച്ചുപോയ സമയത്തും ആള് വന്നിട്ട് പറഞ്ഞു, പെങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയങ്ങ് മരിച്ചുപോയി. ആ വാപ്പാന്റെ ജനാസയൊന്ന് കാണാനെങ്കിലും നിങ്ങൾ വരുമോ? അപ്പോഴും പെങ്ങള് മദീനയിൽ ആളെ പറഞ്ഞു വിട്ടിട്ട് ചോദിച്ചു, നബിയേ, എനിക്കെന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസ കാണാൻ. അപ്പോൾ പറയുകയാണ്, മോളെ, അതീഴി സൗജക്കി, നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതുണ്ട്. നീ നിന്റെ ഭർത്താവിന് വഴിപ്പെടേണ്ടതുണ്ട് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിക്കുകയാണ്. സഹോദരന്മാരെ, ആ സഹോദരിയുടെ വാപ്പാന്റെ ജനാസ നിസ്കാരം അങ്ങ് കഴിഞ്ഞു. ജനാസ സംസ്കരണം അങ്ങ് കഴിഞ്ഞപ്പോൾ ആരംഭപ്പൂവായ മുത്തുനബി പാലിനിലാവ് പോലെ പുഞ്ചിരിക്കുകയാണ്. സഹാബത്ത് ചോദിച്ചു, ചിരിക്കുന്നത് എന്തിനാ നബിയേ? ഇന്നല്ലാഹ ഗഫറ ലി അബീഹാ, ആ പെണ്ണിന്റെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്നേ. ആ പെണ്ണിന്റെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് കൊടുത്തിരിക്കുന്നേ. ഭർത്താവ് പറഞ്ഞു, പോകണ്ടെന്ന്. വാപ്പ രോഗിയായിട്ട് പോയില്ല, സക്കറാത്തിന്റെ ഹാലിലായിട്ട് പോയില്ല, മരിച്ചപ്പോൾ ജനാസയൊന്ന് കാണാൻ പോയില്ല. എന്തടിസ്ഥാനത്തിലാണ് വാപ്പാന്റെ ജനാസ കാണാൻ പോകാത്തത്? ഭർത്താവിനെ അനുസരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ആ കാരണം കൊണ്ടുതന്നെ, മകളുടെ ആ പ്രവർത്തനത്തിന്റെ കാരണം കൊണ്ടുതന്നെ ആ പ്രിയപ്പെട്ട വാപ്പാക്ക് അല്ലാഹു മാപ്പ് നൽകിയേ. അതുകൊണ്ടാണ് ഞാൻ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ വാപ്പാന്റെ ജനാസ സംസ്കരണം കഴിഞ്ഞിട്ട് ഞാൻ പുഞ്ചിരിച്ചതെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിച്ച് നോക്ക്, എത്ര വലിയ ഗൗരവമുള്ള വിഷയം. ആ വാപ്പാക്ക് അല്ലാഹു തആല മാപ്പ് കൊടുത്തു കളഞ്ഞു. ആ പെങ്ങള് അങ്ങനെ ചെയ്തു, ഭർത്താവിനെ അനുസരിച്ചു. ഭർത്താവിനെ അനുസരിച്ച കാരണം കൊണ്ട് ആ പെങ്ങളുടെ വാപ്പാക്ക് അല്ലാഹു മാപ്പ് നൽകി കഴിഞ്ഞു. ഒരു നല്ല സ്നേഹമുള്ള ഭാര്യ എങ്ങനെയാകണം? ഓരോ സഹോദരന്റെയും മനസ്സിന്റെ അകത്തളത്തിലുണ്ട് നല്ല അനുസരണ. ഒരു പെണ്ണിനും ദേഷ്യമില്ല ഭർത്താവിനോട്, ഒരു പെണ്ണിനും വൈരാഗ്യമില്ല ഭർത്താവിനോട്. ഏറ്റവും നല്ല ഭാര്യ നല്ലൊരു പുരുഷനോടൊപ്പം സന്തോഷദായകമായി, വളരെ മാന്യയായി, നല്ലവനായ ഭർത്താവിന്റെ കൂടെ മനോഹരമായ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവളാണ്. ഭർത്താവിനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു ഭാര്യയും ആഗ്രഹിക്കുന്നില്ല.
എന്നാൽ ആണുങ്ങൾ ആഗ്രഹിക്കുന്ന ഭാര്യ, ആണുങ്ങൾ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട ഭാര്യ ഭർത്താവിനോട് സ്നേഹമസൃണമായി മാത്രം പെരുമാറുന്ന ഭാര്യയാണ്. വാതിലിൽ മുട്ടുമ്പോൾ പൂമുല്ലബദനമായി പുഞ്ചിരി തൂകുന്നു ഭാര്യ. വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. ആശ്വാസമേകുന്നു ഭാര്യ. വേദനയാകുമ്പോൾ ചാരേയണഞ്ഞെത്തി ആശ്വാസമേകുന്നു ഭാര്യ. ആശ്വാസമേകുന്നു ഭാര്യ. പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, ഒരു വിഷമമുണ്ടാകുമ്പോൾ വിഷമിക്കണ്ട, വേദനിക്കണ്ട, പ്രശ്നത്തിലകപ്പെട്ട് നിങ്ങള് ടെൻഷൻ അടിക്കണ്ട. അല്ലാഹു നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം തന്നേക്കാം, പടച്ചവൻ നമ്മുടെ വേദനകൾ മാറ്റി തന്നേക്കാം എന്ന് പറഞ്ഞ് നമ്മെ ആശ്വസിപ്പിക്കുന്നവളാണ് നല്ല ഭാര്യ. നമ്മെ അനുസരിക്കുന്നവളാണ് നല്ല ഭാര്യ.